ഇതുപോലൊരു പോത്തുക്കറി നിങ്ങൾ ജീവിതത്തിൽ കൂട്ടിയിട്ടുണ്ടാവില്ല. ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു പോത്തുക്കറിയൊക്കെ അതിനകത്ത് കണ്ടു നോക്കിയാലോ. ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ജാഫറൊക്കെ പറഞ്ഞ ആ ഒരു റെസിപ്പി ഞാനും ചെയ്തു നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. പൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ പൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ചെയ്ത് നോക്കിയില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. അപ്പം അതിനായിട്ട് ഞാൻ 1/2 കിലോ പോത്തിറച്ചി എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നുമല്ല ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള മല്ലിയും മുളകുമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മളിത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്തിലേക്ക് രുചി കൂട്ടാനായിട്ടൊരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് അതിനെ ഒന്ന് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഞാനതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ടല്ലോ, ഈ രീതിയിൽ അരച്ചെടുക്കണം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പോത്തിറച്ചി ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ മസ്റ്റാണ്, വെളിച്ചെണ്ണയെ ഉപയോഗിക്കാവൂ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ആ ഒരു ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റുള്ളൊരു പോത്തിറച്ചിയാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇറച്ചിയിലൊക്കെ ഒന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മാറ്റി വെക്കുക ഒരു 15 മിനിറ്റോളം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയുള്ളിയാണ്. ഒരുപാടൊന്നും വേണ്ട, സവാള ഉപയോഗിക്കാൻ പാടില്ല, ചെറിയുള്ളിയാണ് വേണ്ടത്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് ആ ഒരു കറിക്ക് അടിപൊളി ടേസ്റ്റ് വരുന്നത്. ആ ഒരു യഥാർത്ഥ നാടൻ രുചി കിട്ടാനായിട്ടാണ് നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുക. അത് അടുപ്പിൽ വെച്ച് തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നമുക്ക് അടുപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്യാസിൽ ഉപയോഗിച്ചത്. എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 2-3 പച്ചമുളകും നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന പോത്തിറച്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ചട്ടിയിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് ആ ഒരു അരപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ശേഷം അടച്ച് വെച്ച് അതിനൊന്ന് വേവിക്കണം. നമ്മൾ സവാള ഇതിനകത്തിൽ ഉപയോഗിക്കാനേ പാടില്ല. സവാള ഇട്ട് കഴിഞ്ഞാലാണ് ഈ ഒരു കറിക്കൊക്കെ മധുരമായി പോകും. അപ്പം നമ്മൾ ഒരുപാട് ചെറിയ ഉള്ളിയൊന്നും വേണ്ട, കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക. 1/2 കിലോ ഇറച്ചിയില്ലേ, നമ്മൾ എത്രമാത്രം ഇറച്ചിയുണ്ടോ അതിനനുസരിച്ച് ചെറിയ ഉള്ളിയുടെ കണക്ക് കൂട്ടിയാൽ മതി. അപ്പം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ലേറ്റാവും. അപ്പം നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി കുക്കറിൽ വേവിച്ചാലും മതിയാവും. പക്ഷേ നമ്മൾ മൺചട്ടിയിൽ ഇതുപോലെ അടുപ്പിൽ കിടന്ന് അങ്ങനെ ചെറിയ തീയിൽ കിടന്ന് വേവുന്നതാവും ഏറ്റവും ബെറ്റർ. എന്നെങ്കിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് അതിന് കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട്, ഒന്നും റെഡിയായിട്ടില്ല. ഏകദേശം ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും വെന്തിട്ടില്ല കേട്ടോ, ഇറച്ചി ഒട്ടും തന്നെ വെന്തിട്ടില്ല. അപ്പം അടച്ചു വെച്ച് കൊടുത്ത് നമ്മൾ അതിങ്ങനെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പക്ഷേ എനിക്ക് ഇത് അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ സിനിമാ നടൻ ജാഫർക്ക്
പറഞ്ഞു തന്ന ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഇറച്ചിക്കറി വെക്കുന്ന കണക്കല്ല, ആ ഒരു രുചിയോ മണമോ ഒന്നുമല്ല, ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ് കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടപ്പം തന്നെ എനിക്ക് വായിക്കൂടെ വെള്ളം വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാമെന്ന് കരുതി കേട്ടോ. ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പം എന്താ നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്തോന്നൊന്ന് നോക്കാം. ഏകദേശം എന്താ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ, ചൂട് കാരണം എനിക്ക് തൊടാൻ പറ്റുന്നില്ല കേട്ടോ അത് വെന്തോന്ന് നോക്കാൻ. എന്നാലും കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടാനുണ്ട്. അതിനായിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒന്ന് ചെറിയ തീയിലിട്ട് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ അടുക്കി പിടിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പം എന്താ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി ഒന്ന് റെഡിയായി കിട്ടും. നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പോത്തിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉലുവയാണ് ആ ഒരു കറിയുടെ രുചിയും മണവും എല്ലാം മാറ്റിമറിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോകേണ്ട. ഈ ഒരു ടൈമിൽ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, അടിപൊളി മണമാണ്. ആ ഉലുവയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, അടിപൊളിയാണ്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോത്തിറച്ചിയിലേക്ക് അതിനെ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ പൊന്നോ, എന്താ ഒരു മണവും രുചിയെന്നറിയാമോ. മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 100% ഗ്യാരൻറ്റി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കപ്പയാണ് ഉണ്ടാക്കിയത് കേട്ടോ. മരിച്ചിനി ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ഏത് ഐറ്റത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പോത്തിറച്ചിയാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കി 100% നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എന്തോ ഒരു മണമാണെന്നറിയാമോ, ആ ഒരു മണം വല്ലാത്തൊരു മണമാണ് കേട്ടോ. നമ്മുടെ ജാഫർക്ക് പറഞ്ഞു തന്ന ആ ഒരു ഇറച്ചിക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. നല്ല നല്ല വീഡിയോസ് എല്ലാം എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.